ഹലോ! ഈ വെള്ളച്ചാട്ടം കണ്ടോ? നല്ല ഭംഗിയില്ലേ? പക്ഷേ ഈ വെള്ളച്ചാട്ടമല്ല വിഷയം. നിങ്ങൾ പ്ലാന്റ് ലവേഴ്സ് ആണോ? ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഇതാണ് കാർഡ്വെൽ ഗാർഡൻ സെൻറ്റർ. ഇത് സ്കോട്ട്ലാൻഡിലെ ഇൻവർക്ലൈഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 16 ഏക്കർ ലാൻഡിലാണ് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു തോട് കാണാം. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മളകത്ത് പോയി കഴിഞ്ഞാൽ കുറേ ഇൻഡോർ പ്ലാന്റ്സ്, അത് കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്. പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു പ്ലാസ്റ്റിക്കാന്നൊക്കെ കേട്ടോ. അത് കണ്ടോ, ഈ ചെടികളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഈ ഗാർഡൻ സെൻറ്ററിൽ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട്. ഒരു ഗാർഡന് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ 20ഓളം റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. നമ്മൾ ഈ ചെടികളൊക്കെ കാണൂലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. ബുക്ക് ഷോപ്പായിട്ടും കിച്ചൺ വെയർസായിട്ടും ഗാർഡൻ എക്യുപ്മെൻറ്റ്സ് ആയിട്ടൊക്കെ അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ, കഫറ്റീരിയാസൊക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഔട്ട്ഡോർ പ്ലാന്റ്സും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓഫ് സീസണിലാണ് പോയത്. ഒന്നില്ലെങ്കിൽ സമ്മറിൽ പോകണം. സമ്മറിൽ പോയാൽ നല്ല ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്ത് പോകണം. അപ്പോൾ ലൈറ്റിങ്സും ഡെക്കറേഷൻസും പിന്നെ കോമ്പറ്റീഷൻസും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ആ സമയത്തുണ്ട്. ഇതിപ്പോൾ രണ്ടും അല്ലാത്ത നേരത്താണ് പോയത്. ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കുറേയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെടുത്ത് മാറ്റിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് മാലസ് ആപ്പിൾ. ഞാൻ ആദ്യം തക്കാളിയാന്ന് കേട്ടോ വിചാരിച്ചേ. ഇത് പക്ഷികളാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇത് ജാമും ജെല്ലീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറേ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഗാർഡൻ എക്യുപ്മെൻറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചട്ടികളാട്ടോ. ഈ ചട്ടികളുടെയൊക്കെ നടുക്കിലായിട്ട് മറ്റേ ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ വലിയ മരവും അങ്ങനത്തെയൊക്കെ ഇല്ലേ, അതിന് യൂസ് ചെയ്യുന്ന ചട്ടികളാണ് ഗാർഡനിൽ. അതിൻ്റെ നടുക്കിലായിട്ട് വീണ്ടും ഒരു തോട്. നല്ല രസമല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തോടും ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്, റിഫ്രഷിങ് ആണ്. ഇതൊരു ഫാമിലി ആട്ടോ ഈ ഗാർഡൻ സെൻറ്റർ റൺ ചെയ്യുന്നത്. ഒരു 60 വർഷത്തെ പാരമ്പര്യമുണ്ട് ഇവർക്ക്. കുറേ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റിയ ഫൗണ്ടൻസൊക്കെ. നല്ല മഴയത്താട്ടോ ഞങ്ങളിവിടെ വന്നേ. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് ആട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ബ്രേസ്ലെറ്റാന്നൊക്കെ ആട്ടോ. ഈ സെക്ഷനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ. നല്ല മണമായിരുന്നു ഇവിടെ കയറിയപ്പോൾ. ഇവിടെ ക്യാൻഡിൽസ്, നല്ല മണമുള്ള ക്യാൻഡിൽസൊക്കെ ഇല്ലേ. പിന്നെ ഇൻസെൻസ് സ്റ്റിക്സ്, പെർഫ്യൂംസ്, ഇങ്ങനത്തെ കുറേ മണമുള്ള സെക്ഷനായിരുന്നു കേട്ടോ ഇത്. ഈ സെക്ഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ സോപ്സ്, ഹാൻഡ് മെയ്ഡ് സോപ്പ്, ബാത്ത് ബോംസ്, അത് പല ഫ്ലേവേഴ്സ്, ലെമൺ, സ്ട്രോബെറി, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിക്കാൻ തോന്നും. മണത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാൻ തോന്നും. അതേപോലത്തെ ബാത്ത് ബോംസൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ, നല്ല കളർഫുൾ ആയിരുന്നു കാണാൻ. അയ്യോ, ഈ ഓറഞ്ച് കണ്ടോ, ഒരു പുഷ്ടിപ്പുമില്ലാത്ത ഓറഞ്ച് ആയിപ്പോയി. അത് വിൻ്റർ സീസൺ ആയതുകൊണ്ടാട്ടോ. നമ്മൾ സമ്മർ സീസൺ ആണെങ്കിൽ നല്ല കുറേ ഓറഞ്ചസ് കണ്ടേനെ. പക്ഷേ എന്ത് ചെയ്യാം, ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ഈ സൈഡിൽ കണ്ടോ ഒരു റീറ്റെയിൽ ഷോപ്പ്, തുണിക്കടയാട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. കുറേ മീനുകളുണ്ട് കേട്ടോ, അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് അതിൽ. ഈ ചെയേഴ്സൊക്കെ കണ്ടോ, ഞാൻ ആദ്യം ഇരിക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇരിക്കാനല്ല, ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ്.
ഈ കസേരകൾ കണ്ടോ, ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി വെച്ചാണ്. പക്ഷെ അതിലൊക്കെ പ്രൈസ് ടാഗ് ഉണ്ട് കേട്ടോ. ഗാർഡൻ ചെയേഴ്സാണിത്. പിന്നെ അങ്ങനെ നടന്ന് ഞങ്ങൾ കുറച്ച് വിശ്രമിക്കാനായിട്ട് നോക്കുമ്പോഴാണ് അവിടെ പാർക്ക്. ഇതായിരുന്നു പിള്ളേർ ഹാപ്പി, അവർ കുറേ നേരം കളിച്ചു. അപ്പോഴേക്കും സമയം കഴിയാറായിരുന്നു കേട്ടോ. 5 മണി വരെ ഈ ഗാർഡൻ സെൻറ്റർ ഓപ്പൺ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നപ്പോഴും അതിൻ്റെ ഇടയിൽ കുറേ റീറ്റെയിൽ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഹോം ഡെക്കോസ്, ഷോ പീസസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല, നല്ല കളർഫുള്ളായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാം മേടിക്കാൻ തോന്നും. പക്ഷേ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ. നമ്മൾ നടന്നു പോകുമ്പോൾ വീണ്ടും അത് വെള്ളച്ചാട്ടമല്ല, മറ്റേ മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ, അതാണ്. പിന്നെ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ ഒരു അരുവി പോലെ. അത് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ആ പോണ വഴിക്ക് തന്നെ കുറച്ച് പക്ഷികളും ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ അടച്ചിട്ടിരിക്കുന്നില്ലേ, അതിൽ പക്ഷികളാട്ടോ. നമുക്ക് പക്ഷികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് റാബിറ്റ്സും ഹാംസ്റ്ററും അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേവിടെ ചെടിക്ക് വേണ്ടിയുള്ള ഫെർട്ടിലൈസേഴ്സ്, വിത്തുകൾ, പിന്നെ ഇതില്ലേ കൊട്ട, പുല്ലുവാരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, മരുന്നുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഈ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ, കുഞ്ഞ് ക്രിസ്മസ് ട്രീ. നമ്മൾ എക്സിറ്റിലോട്ട് എത്തി എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഗാർഡനിൽ വെക്കുന്ന കുറേ സ്റ്റാച്യൂസ് ഫോർ സെയിൽ കേട്ടോ കണ്ടത്. കുറേ നല്ല ഭംഗിയുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു, കല്ലും വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സ്റ്റാച്യൂസ്. ഇത് വീണ്ടും ചെടികൾക്കുള്ള മരുന്നുകളും വിത്തുകളും പിന്നെ കുറേ സാധനങ്ങൾ എന്താണെന്നും കൂടി എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചെടികളും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയായിരിക്കും എന്തൊക്കെയാണെന്നുള്ള കാര്യം. കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞാൽ ഞാൻ കാണാത്ത കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഈ കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ അതേപോലെ മറ്റേ നിറ്റിങ്ങിന് ആവശ്യമുള്ള ചിലപ്പോൾ ഗാർഡനിൽ നിന്ന് നമുക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കാനായിരിക്കും, അറിയില്ല. ഗാർഡൻ റിലേറ്റഡായി ഞാനൊന്ന് ചിന്തിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ബേക്കിംഗ്. ഇത് കുക്കി കട്ടറാട്ടോ, അതെനിക്കറിയാം. മീനിൻ്റെയും സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെയുള്ള ഇതൊക്കെ ബേക്കിങ്ങിൻ്റെ സെക്ഷനാട്ടോ. കേക്ക്, കുക്കീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഈ റീറ്റെയിൽ ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. അതേപോലെ കിച്ചൺ വെസൽസ്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെയും കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. ഇത് ടീ ആൻഡ് കോഫി ലവേഴ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ടീ പോട്ട്സ്, പിന്നെ കോഫി മേക്കേഴ്സ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാട്ടോ ഞാൻ എടുത്തത്. നല്ല കളർഫുള്ളായിട്ടുള്ള ടീ പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായത് എന്താണെന്നറിയോ, ഈ ഗാർഡൻ സെൻറ്റർ ഈ പ്രകൃതിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്, അതായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും തോടിൻ്റെ ഭംഗിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഗാർഡൻ സെൻറ്റർ സെറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ എക്സിറ്റിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ സെക്ഷൻ ഏതാണെന്നറിയോ, ക്യാൻഡി ഷോപ്പ്. യെസ്, അവിടെ തന്നെ എക്സിറ്റിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് ഈ സെക്ഷൻ. കണ്ട എൻ്റെ മോൻ സ്റ്റക്കായിരിക്കുന്നത്. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല, കാരണം സമയമില്ല, ക്ലോസ് ചെയ്യാറായി. പിന്നെ അവിടെ ഒരു വിഷിംഗ് ട്രീ ഉണ്ടായിരുന്നു, അവിടെ പിള്ളേരൊക്കെ വിഷസ് എഴുതി കെട്ടിത്തൂക്കിയിട്ടു. അങ്ങനെ നമ്മൾ എക്സിറ്റിലെത്തി. അപ്പോൾ ഞാനെൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.